ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ മകൾ നഷ്ടപ്പെട്ട അമ്മ മകളെ വല്ലാത്ത കരുതലോടെ കാത്ത് സൂക്ഷിച്ചിട്ടും നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും ഓർത്തിട്ടൊരു അമ്മ പാടുന്ന പാട്ട്. അപ്പോൾ ആ അമ്മ പാടുന്ന പാട്ട് KS ചിത്ര പാടണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ചേച്ചി വിളിച്ചാൽ വരാത്തൊരു കാലമായിരുന്നു. കാര്യം ചേച്ചിയുടെ മോള് പോയതിന് ശേഷം 6 മാസം കഴിഞ്ഞില്ല ആ സമയം. ചേച്ചി പറഞ്ഞു കുറച്ച് നാളോട് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഒരു 1, 2, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചി SS ഡേറ്റിൽ തിരുവനന്തപുരത്ത് അത് പാടാൻ വന്നു. അമ്മ നിന്നെ താമരക്കുമ്പിളിൽ തേനൂട്ടാനായി വന്നോട്ടെ എന്നാണ് ആ പാട്ട്. വെള്ളിവെയിൽ വീണാലും പൊള്ളാതിരിക്കാൻ വലങ്കൈ കുട ഞാൻ ചൂടിച്ചു. അമ്പലപ്പുഴ നടതന്നിൽ പൈമ്പാൽ നേദിച്ച് മകളെ നിന്നെ ഞാൻ ചോദിച്ചു എന്നൊക്കെയാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. എല്ലാം ഒരു പാടുന്ന ഗായികയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പകുതി പാടിയതിന് ശേഷം ചേച്ചി വല്ലാതെ കരഞ്ഞുകൊണ്ട് പാട്ട് നിർത്തി ഒരു മൂലയിൽ മാറിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ വ്യാകുലതകളും ഒരു കഥാപാത്രത്തിന് വേണ്ടി പാടാൻ ഉള്ള ഒരു നിയോഗത്തിലേക്ക് എത്തിയ ഒരാളുടെ എല്ലാ ധർമ്മസങ്കടങ്ങളും ആ മുഖത്തുണ്ടായിരുന്നു. വല്ലാത്ത സങ്കടത്തോടെ ചേച്ചി പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ജോലിയാണല്ലോ, ഇതല്ലേ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയ ജോലി, പാടിയല്ലേ തീരൂ. അപ്പോൾ അതിൻ്റെ സംഗീതം MG ശ്രീകുമാറാണ്. അപ്പോൾ ശ്രീകുമാരേട്ടൻ പറഞ്ഞു, പാടൂ, നമ്മുടെ ജോലിയാണ്, നമ്മൾ ഏത് സമയത്തും നമ്മൾ ആരൊക്കെ നഷ്ടപ്പെട്ടാലും ഈ ജോലിയുമായി മുമ്പോട്ട് പോകാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ ബലത്തിൽ ചേച്ചി പാടി തീർത്തതാണ് അമ്മ നിന്നെ താമരക്കുമ്പിളിൽ തേനൂട്ടാനായി വന്നോട്ടെ തെന്നലായി. അങ്ങനെ ആ പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോഴും ആ ചേച്ചി അത് പാടാൻ ബുദ്ധിമുട്ടിയത്, അതിനെ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ട് വിങ്ങിപ്പൊട്ടിയത്, വല്ലാതെ പാടി തീർക്കാൻ വേണ്ടി ഉള്ള ആ സഞ്ചാരങ്ങളൊക്കെ ഓർക്കും. അടുത്ത സിനിമ M ജയചന്ദ്രനുമായിട്ട് മല്ലു സിംഗ് എന്ന് പറഞ്ഞ പടമാണ്. ആ മല്ലു സിംഗിൽ കുറേ നല്ല പാട്ടുകളുടെ സിറ്റുവേഷനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരു നാടൻ പാട്ട് കാക്കാമലയിലെ എന്നാണ് തുടക്കം. അപ്പോൾ കാവാലം സാറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ സാറിൻ്റെ ചില നാടൻ പ്രയോഗങ്ങളൊക്കെ വല്ലാതെ സ്വാധീനിച്ച സമയത്താണ് ഈ പാട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് സാർ എപ്പോഴും പ്രയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, കന്നിമടന്ത. അപ്പോൾ ഈ കാക്കാമലയിലെ കന്നിമടന്ത എന്നൊരു പദം ഉണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് ശേഷം അന്ന് വൈകിട്ട് ശ്രീ സുദീപ് കുമാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ നാട്ടുകാർ സ്വീകരിക്കുന്നു ആലപ്പുഴയിലെ പുന്നപ്രയിൽ. അപ്പോൾ ഞാനും ശ്രീ M ജയചന്ദ്രനും സുദീപ് കുമാറും എല്ലാവരും കൂടി കമ്പോസിങ് സ്ഥലത്തു നിന്ന് M ജയചന്ദ്രൻ്റെ കമ്പോസിങ് സ്ഥലത്തൊക്കെ ശ്രീ സുദീപ് കുമാറും ഉണ്ടാവുമായിരിക്കും. ആ ട്യൂണൊക്കെ ഒന്ന് ഏറ്റുപാടി ഒന്ന് കൊഴിപ്പിക്കാൻ. ആ കാലം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുന്നപ്രയിൽ എത്തുന്നു. അപ്പോൾ അതിൽ മുഖ്യാതിഥിയായിട്ട് കാവാലൻ സാറുണ്ട്. അപ്പോൾ കാവാലൻ സാറ് അറിയാമല്ലോ, വളരെ വളരെ സ്നേഹസമ്പന്നനാണ്, എല്ലാവരോടും വളരെ സൗഹൃദത്തോടെയാണ് ഇടപെടുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാറേ നമസ്കാരം, ഒരു പാട്ട് എഴുതി കഴിഞ്ഞ് വരികയാണ്, സാറിൻ്റെ കന്നിമടന്ത ഞാൻ എൻ്റെ പാട്ടിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാറ് തോളെ കൈയിട്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം കൊള്ളാം, ഞാനത് ഏതെങ്കിലും പാട്ടിലെന്ന് എവിടെയെങ്കിലുമൊക്കെ ചേർക്കാൻ വച്ചിരുന്നതാണ്, നീ താൻ കൊണ്ടുപോയല്ലോ കന്നിമടന്തേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാക്കാമലയിലെ എന്ന മല്ലു സിംഗിലെ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കും ഈ കാവാലൻ സാറിൻ്റെ ആ തമാശ രൂപേണയുള്ള അനുഗ്രഹം. അപ്പോൾ ഈ പടത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ പറയുമ്പോഴൊക്കെ തിരക്കഥാകൃത്ത് സേതു പഞ്ചാബിനെ വല്ലാതെ വർണ്ണിച്ചു തരും. അതിനേക്കാൾ നന്നായി വർണ്ണിച്ചു തരും വൈശാഖും സേതുവും കൂടി ഈ പഞ്ചാബിൻ്റെ അടിമുടി പഞ്ചാബായിരിക്കണം എല്ലാ പാട്ടിലും ഉണ്ടാവേണ്ടത്. പഞ്ചാബ് ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കണം എന്നൊക്കെ പറയും. പഞ്ചാബ് മറന്നു പോകരുത്, പഞ്ചാബ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കിങ്ങിണിക്കാറ്റ് വന്നൊരു പാട്ടുണ്ട്. അതായത് ഈ പിന്നെ ഹരി എന്ന് പറയുന്ന ഒരാളെ തിരക്കി കുഞ്ചാക്കോ ബോബൻ പോവുകയാണ്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പഞ്ചാബിലേക്ക് പോകുന്ന സമയത്താണ് ഈ പാട്ട്. അപ്പോൾ ആ സമയത്ത് പഞ്ചാബിനെ വരച്ചിടണം. അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥ സംക്ഷിപ്തമായിട്ട് ആ പാട്ടിലുണ്ടാവണം. ഇതെല്ലാം കൂടെ വേണം ആ പടത്തിൽ. അത് മറന്നു പോരുത് എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ വൈശാഖ് പറയും. വൈശാഖിന് ഒരു സിനിമയിൽ
പാട്ടുകൾ ഏത് ഭാഗത്ത് എങ്ങനെ ആയിരിക്കണം, അത് എങ്ങനെയൊക്കെ ഭംഗിയാക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഒരു തരത്തിലും അദ്ദേഹം അതിന് വിട്ടുവീഴ്ച തയ്യാറാവില്ല. കറക്റ്റായിട്ട് പഞ്ചാബിനെ വർണ്ണിച്ചുകൊണ്ട് കഥാപാത്രങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പോകണം എന്ന് അദ്ദേഹം നിർദ്ദേശം തരും. ശ്രീ എം ജയേന്ദ്രനാണെങ്കിൽ ഈ ആ ട്യൂണിന് അതിനൊത്ത നല്ല വരികൾ, ജീവിതാംശമുള്ള വരികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞ് എത്ര വട്ടം കാത്തിരിക്കാനും തയ്യാറാകുമായിരുന്നു. അപ്പോൾ പഞ്ചാബിനെ വരച്ചിടണം. ഇവ എങ്ങനെ പഞ്ചാബിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൽ ഒരു വരിയുണ്ട്, 5 നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയേ. അപ്പോൾ 5 നദികൾ കൊഞ്ചിക്കൊഴിയുന്ന ഒരു പഞ്ചവർണ്ണ പനങ്കിളിയാണ് പഞ്ചാബ് എന്ന് നമ്മളതിൻ്റെ അത് ഫിറ്റ് ചെയ്തു ഈ ഇട്ട ട്യൂണിനൊപ്പിച്ച്. അപ്പോൾ ഈ സിനിമയുടെ ആകെ കഥ ഈ പാട്ടിൽ വരികയും ചെയ്യണം, പഞ്ചാബിനെ വർണ്ണിക്കുകയും ചെയ്യണം. വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഇതൊന്ന് എഴുതി തീർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചാബിനെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരു കിങ്ങിണിക്കാറ്റ് വന്ന് കിന്നരം മീട്ടുന്ന ജീരകപ്പാടമുള്ള ഞാൻ ബക്രാലങ്കൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ബക്രാലങ്ക അവിടുത്തെ അണക്കെട്ടാണ്. അപ്പോൾ പഞ്ചാബിനെ മൊത്തം കയറ്റണ്ട, നല്ല ഭംഗിയുള്ള പദം വേണം എന്നൊക്കെ പറഞ്ഞു. വളരെ രസകരമായിരുന്നു ആ പാട്ടിൻ്റെ കമ്പോസിങ്ങൊക്കെ. അപ്പോൾ അതിൽ അങ്ങ് ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനെ തേടി അലയാം. മല്ലു സിംഗിൻ്റെ കഥ അതാണ്. ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനാണ് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ ഉണ്ണിയുടെ കഥാപാത്രത്തെ തേടി കുഞ്ചാക്കോവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പോവുകയാണ്. ആ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള ആ പാട്ടിൽ ആ സിറ്റുവേഷൻ 2 വരിയിൽ ഒതുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിന് സംഗീത സംവിധായകൻ്റെ സഹായമുണ്ട്. സംഗീത സംവിധായകൻ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നു, നമുക്ക് പ്രോത്സാഹനം തരുന്നു. ഇന്നത് തന്നെ വേണമെന്ന് ശഠിച്ചുകൊണ്ട് സ്നേഹത്തോടെ സംവിധായകൻ അടുത്തിരിക്കുന്നു. പിന്നെ തിരക്കഥാകൃത്തായ സേതുവിൻ്റെ ഒരു സ്നേഹനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ പാട്ടിലാകെ ഇങ്ങനത്തെ ഭംഗിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു സ്നേഹ സാമീപ്യം സുഹൃത്തുക്കളിൽ നിന്നുണ്ടായാലേ നല്ല പാട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ പാട്ട് എങ്ങനെയെങ്കിലും ഏച്ച് കിട്ടിയാൽ മുഴിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ എന്തെങ്കിലും എഴുതി നമ്മൾ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അടുത്ത സിനിമ ഒരു 6 മാസത്തിന് ശേഷം തന്നെ ഉണ്ടായി. ആ സിനിമയാണ് റോമൻസ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ശ്രീ എം ജയേന്ദ്രൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പടത്തിലെ പാട്ട് ആ പടത്തിന് വേണ്ടി മാത്രമല്ല. ഒരുപക്ഷെ സിനിമയിൽ പാട്ടെഴുതാൻ നേരത്ത് നമുക്ക് തീർച്ചയായിട്ടും സംവിധായകൻ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് സിനിമയുമായി 100% നമുക്ക് ആത്മാർത്ഥതയോടെ തന്നെ നീതി പുലർത്തി വേണം പാട്ടുണ്ടാക്കാൻ. പക്ഷെ സിനിമ പോയിക്കഴിഞ്ഞതിന് ശേഷം ആ പാട്ടുണ്ടാവണം. അതിന് ഒരു ഉദാഹരണം സാധാരണ ഗിരീഷ് പുത്തഞ്ചേരി പറയാറുണ്ട്. ലൈൻ ബസ് എന്ന സിനിമയിൽ പിന്നെ ബസ് കേടാകുമ്പോഴാണ് അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന് പറഞ്ഞ പാട്ട്. ജയഭാരതിയും കൂട്ടുകാരികളോട് പിക്നിക്കിന് പോകുമ്പോൾ വണ്ടി കേടാവും, വീല് നന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അദ്വൈതം ജനിച്ച നാട്ടിലെന്ന പാട്ട്. കാര്യം സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും സിനിമയ്ക്ക് പുറത്തുള്ള ജീവിത സന്ദേശങ്ങൾ ഈ ട്രിക്ക് മല്ലു സിംഗിലും എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. റോമൻസിലും ഇത് ഉപയോഗിക്കണം എന്നൊരു തീരുമാനം ചില ഉപദേശങ്ങളുടെ പുറത്തുണ്ടായി. മല്ലു സിംഗിലെ പാട്ടെഴുതാൻ എന്നെ വിളിക്കുന്നത് ശ്രീ എം ജയേന്ദ്രനാണ്. പക്ഷേ റോമൻസിൽ വിളിക്കുന്നത് മല്ലു സിംഗിലെ പാട്ടിൻ്റെ എല്ലാ തരത്തിലുള്ള വിജയത്തിന് ശേഷം മല്ലു സിംഗിലെ പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ ശ്രീ ബോബൻ സാമുവൽ എന്നെ വിളിക്കുകയാണ്. ശ്രീ എം ജയേന്ദ്രൻ തന്നെയാണ് സംഗീതം എന്ന് അദ്ദേഹം പറയുന്നു, സന്തോഷം എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ റോമൻസിലേക്ക് എത്തുന്നത്. റോമൻസിലേക്ക് എത്തുമ്പോഴും അതിലൊരു തമാശ സിറ്റുവേഷനാണ്. അച്ഛന്മാരായി അഭിനയിക്കുന്ന, പുരോഹിതന്മാരായിട്ട് അഭിനയിക്കുന്ന 2 പേർ തമ്മിലുള്ള തമാശ. അവർ കുരിശ് എടുത്തുകൊണ്ട് പോകുന്നു, അവിടുത്തെ പള്ളിയിലെ ഓരോ തമാശ കാര്യങ്ങൾ, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്കിടയ്ക്കുണ്ടാകുന്ന തമാശകളുണ്ടല്ലോ. അപ്പോൾ അത്തരം തമാശകൾക്കിടയ്ക്കൊരു പാട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളോട് ഒരു പാട്ട് കടന്നു പോകുന്നു. സിനിമയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു പാട്ട് ഉപയോഗിക്കാം. പക്ഷേ ആ സമയത്ത് അങ്ങനെ അല്ലാതെ ഈ സിനിമയ്ക്ക് ശേഷവും ഈ പാട്ടിനൊരു ജീവൻ ഉണ്ടാകാനുള്ള എന്ത് ശ്രമമാണ് നടത്തേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. പക്ഷേ എം ജയേന്ദ്രൻ പറഞ്ഞ് നമുക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷവും ഈ പാട്ട് പാടുന്ന തരത്തിൽ നമുക്ക് ഈ പാട്ടാക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണ് അർത്തുങ്കല പള്ളിയിൽ എന്ന പാട്ടുണ്ടാകുന്നത്.
അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഇനി ഈശോയെ കണ്ടിട്ടൊന്ന് ഓശാന പാടാം, അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം എന്നാണ്. അപ്പോൾ ഈ പാട്ട് അർത്തുങ്കൽ പള്ളിയെക്കുറിച്ചുള്ള പാട്ടാണ്. ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അർത്തുങ്കൽ പള്ളിയെക്കുറിച്ചുള്ള പാട്ടാണെങ്കിലും അർത്തുങ്കലെ പുണ്യവാളനെക്കുറിച്ച് ഈ പാട്ടിൽ വന്നിട്ടേ ഇല്ല. സെബസ്റ്റ്യാനോസ് പുണ്യാളനെക്കുറിച്ച് അർത്തുങ്കൽ പള്ളിയിലെ പാട്ടെഴുതുമ്പോൾ പുണ്യാളനെ ചേർക്കാത്ത പാട്ടാണിത്. കാര്യം പുണ്യാളൻ എന്ന് പറയുന്ന വലിയ മഹത് ജന്മം ഉണ്ടാകുന്നത് യേശുവിൻ്റെ കാരുണ്യം കൊണ്ടും യേശുവിൻ്റെ ജീവിതത്തിനെ അനുഗമിച്ചതുകൊണ്ടുമാണ്. അതുകൊണ്ട് യേശുവാണ് വലുത് എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ കൊടുക്കാൻ കഴിഞ്ഞത്. അതിൽ പിന്നെ പൗരോഹിത്യത്തിന് ഒരു വലിയ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്താ, വീടായ വീടുകൾ ഓരോന്നും വെഞ്ചരിച്ച് അങ്ങനെ നമ്മെ പുതുക്കാം എന്നാണ്. അച്ഛൻ വീട് ഇങ്ങനെ പിന്നെ വെഞ്ചരിക്കുമ്പോൾ വീടല്ല വെഞ്ചരിക്കപ്പെടുന്നത്, വെഞ്ചരിക്കുന്നയാളാണ്. അധ്യാപകനല്ല പിന്നെ പഠിക്കുന്നത് കുട്ടി മാത്രമല്ല, അധ്യാപകൻ കൂടിയാണെന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത്തരത്തിൽ അർത്തുങ്കലപ്പള്ളിയിലെ പാട്ടിറങ്ങിയതിന് ശേഷം ഒത്തിരി പേര് വിളിച്ചിട്ട് സെബസ്റ്റ്യാനോസിൻ്റെ പേര് ചേർത്തിട്ടില്ല, അതൊരു വലിയ കുറവാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ വീടിൻ്റെ 2 കിലോമീറ്ററിന് അടുത്തുള്ള അർത്തുങ്കൽ പള്ളി ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ആരാധ്യനായ വയലാർ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോളുതാ കടലമ്മേ എന്ന് ചെമ്മീനിൽ എഴുതിയതിന് ശേഷം ഒരു ഹിറ്റായ പാട്ട് വരികയാണല്ലോ. അതും ആരാധ്യനായ വയലാറിൻ്റെ വീടിനടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എഴുതാൻ കഴിഞ്ഞ നിയോഗമുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളിൻ്റെ ആ കാലത്ത് ഈ പാട്ട് ഇറങ്ങുന്നുണ്ട്, ആ സിനിമ വിജയിക്കുന്നുണ്ട്. ഏത് വിശുദ്ധനുള്ള പള്ളിയിലും യേശുവാണ് വലുത് എന്നൊരു സന്ദേശം എന്ന തരത്തിൽ ഈ പാട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ ഒരു കുഞ്ഞ് യേശുവിൻ്റെ രൂപമായിരുന്നു. പിൽക്കാലത്ത് അവിടുത്തെ അച്ഛനുണ്ട്, അർത്തശ്ശേരി അച്ഛൻ. അപ്പോൾ അച്ഛൻ പറയാറുണ്ട്, ഈ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ചെറുതായി ഇരിക്കേണ്ട ആളല്ല യേശു, അതുകൊണ്ട് യേശു തമ്പുരാൻ്റെ ഫോട്ടോ രൂപം ഞങ്ങളൊന്ന് വലുതാക്കിയിട്ടുണ്ട് എന്ന്. തമാശയ്ക്ക് ആണോ കാര്യത്തിനാണോ എന്നറിയില്ല. ആ രൂപം വലുതാക്കിയതിന് ശേഷം അവിടെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ നേരത്ത് ഏത് സ്ഥലത്തും വിശുദ്ധനേക്കാൾ വലുതാണ് വിശുദ്ധനായവൻ സ്നേഹിച്ച ആരാധിച്ചയാൾ എന്നുള്ളൊരു സന്ദേശം കേവലമായൊരു സിനിമാ പാട്ടിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നൊരു സന്ദേശം, ഒരു ഓർമ്മ എനിക്ക് ഉണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ മല്ലു സിംഗിലെ വിജയം എനിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രീ വൈശാഖിൻ്റെ അടുത്ത സിനിമയിലേക്കുള്ള ഒരു വഴിയൊരുക്കി തന്നു. മല്ലു സിംഗ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയായിട്ട് ശ്രീ വൈശാഖ് എടുക്കുന്ന പടമാണ് ഈ സൗണ്ട് തോമ. അപ്പോൾ സൗണ്ട് തോമയിൽ സംഗീത സംവിധായകൻ മാറുന്നു, അത് ഗോപി സുന്ദറാണ്. രാജീവ് തന്നെ പാട്ട് എഴുതുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനന്ന് ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസത്തിനകം വരും, വന്നിട്ട് ഉടനെ ഓടി വരാമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ചേർത്തലയിൽ വന്നിട്ട് ഉടനെ വൈശാഖിനെ കാണുന്നു. വൈശാഖുമായിട്ട് ഞങ്ങൾ ചെന്നൈയിലേക്ക് ചെല്ലുന്നു. ചെന്നൈയിലായിരുന്നു ഗോപി സുന്ദറിൻ്റെ സ്റ്റുഡിയോ അക്കാലത്ത്. അപ്പോൾ ഗോപി നേരത്തെ ട്യൂണൊക്കെ റെഡിയാക്കി വച്ചിരുന്നു. ഈ ട്യൂൺ കേൾപ്പിച്ചിട്ട് ആദ്യം വൈശാഖ് പറഞ്ഞത്, സിനിമയിലൊരു സൗണ്ട് തോമയെ കാണിക്കുന്നുണ്ട്, ആ സൗണ്ട് തോമയുടെ ജീവിതം കറക്റ്റായിട്ട് വരച്ചിടുന്നുണ്ട്. പക്ഷേ ഇയാൾക്കൊരു ജീവിതമുണ്ട്, ഇയാൾക്ക് സിനിമയിൽ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അയാളുടെ പിന്നെ പ്രണയസങ്കല്പങ്ങൾ, അയാളുടെ വിചാരങ്ങൾ, അയാളുടെ പ്രതീക്ഷകൾ, അയാളുടെ നിഷ്കളങ്കത, ഇതെല്ലാം അതിലുണ്ടാവണം. അയാൾ ആഗ്രഹിക്കുന്ന ഒരു ബാല്യ കൗമാരങ്ങൾ അയാൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ യൗവനത്തിൽ അയാൾക്കൊരു പ്രണയം തോന്നുന്നുണ്ട്. ആ പ്രണയത്തിൽ അയാൾ ആ ബാല്യത്തിലും കൗമാരത്തിലും നഷ്ടപ്പെട്ട എല്ലാ തരത്തിലുമുള്ള രംഗങ്ങളും സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത് ഈ പാട്ടിലുണ്ടാവണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മഴ വന്നേ, എന്നിട്ട് പിന്നെ കാട്ടുചേമ്പിൻ ഇലയെടുത്തൊരു കുട പിടിച്ചവളെ എന്ന പ്രയോഗമൊക്കെ, ഇതൊന്നും അയാൾക്ക് കുട്ടിക്കാലത്ത് അനുഭവിക്കാൻ കഴിയാത്തതാണ്. അയാൾ ഈ യൗവനകാലത്ത് നായികയുമായിട്ട് ഇതൊക്കെ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു വൈകാരിക തലം ഈ പാട്ടിൽ ഒതുക്കാൻ ഏറെ സഹായിച്ചത് ശ്രീ ബെന്നി പി നായരമ്പലത്തിൻ്റെ സിറ്റുവേഷൻ പറയലാണ്. ആ സാഹചര്യം പറഞ്ഞതിന് ശേഷം വൈശാഖിൻ്റെ ഒരു 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 നമുക്ക് ഒരു സിനിമ കാണുന്നത് പോലെയാണ് അദ്ദേഹം
ആ സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത്. ഒരു സിനിമ ചിത്രീകരിച്ചിട്ട് കാണുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത്രയും ഭംഗിയായില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം വരച്ചിട്ട് തരും നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത്രയേറെ ഭംഗിയായി പാട്ടിൻ്റെ സിറ്റുവേഷൻ പറയുന്ന പിന്നെ ഒരു സംവിധായകൻ അധികം സംവിധായകരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്ര ഭംഗിയായി പറഞ്ഞു തരും. ഇതിനു മുമ്പ് അത്ര അനുഭവം ഉണ്ടായത് പ്രിയദർശൻ സാറുമായിട്ട് വെട്ടത്തിലും അതുപോലെ തന്നെ അറബി ഒട്ടകത്തിലും അതുപോലെ പിന്നെ ആമയും മുയിലും എന്ന സിനിമയിലൊക്കെ കറക്റ്റായിട്ട് വരച്ചിടും. അതുപോലത്തെ ഒരു വരച്ചിടലാണ് വൈശാഖിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ആ പാട്ട് ഭംഗിയാകാനുള്ള പ്രധാന കാരണം ലഭിച്ച ട്യൂണിൽ വൈശാഖിൻ്റെ സൗണ്ട് തോമ, സിനിമയിലെ സൗണ്ട് തോമയല്ലാത്ത ഒരു സൗണ്ട് തോമയുണ്ട്. ആ സൗണ്ട് തോമ ഈ പാട്ടിലുണ്ടാവണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ വൈശാഖിൻ്റെ ആ കഥ പറച്ചിലിൻ്റെ ഒരു ഭംഗിയുള്ളതുകൊണ്ടാണ് കന്നിപ്പെണ്ണെ കൺകദളിത്തേനെ കണ്ടപാടെ കട്ടെടുത്ത പട്ടുനിലാവേ എന്ന്. അപ്പോൾ കൺകദളി പൂവ് എന്നാണ് ഞാൻ എഴുതിയത്. റെക്കോർഡിംഗ് സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഡിക്സൺ എന്നെ വിളിച്ചു. കൺകദളി പൂവേ എന്നുള്ളത് തേനെ എന്നാക്കട്ടെ എന്ന് ചോദിച്ചു. ഓ ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് കൺകദളി തേനെ എന്നായത്. അപ്പോൾ ആ പാട്ട് ഇതിൽ ഇത്രയേറെ പിന്നെ ഒരു പാട്ട് കേൾക്കുമ്പോഴുണ്ടാവുന്ന ഒരു ചിത്രമുണ്ട്. അത് സിനിമ കാണുമ്പോഴുള്ള ചിത്രമല്ല, പാട്ട് മാത്രം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിത്രം. ആ ചിത്രം അങ്ങനെ വരച്ചിടാനുള്ള ഒരു കാരണം വൈശാഖാണ്. ഇത്തരം പിന്നെ ഭംഗിയായ സിറ്റുവേഷൻ പറയാനുള്ള അപാരമായ സിദ്ധിയാണ് പ്രിയദർശൻ സാറിനുള്ളത്. ഇപ്പോൾ പിന്നെ വെട്ടത്തിലെ വ്യൂ ഡിസംബർ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നതിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ട് കേട്ടാൽ അറിയാം. എന്താണ് എഴുതേണ്ടതെന്ന് കറക്റ്റായിട്ട് പറയും, പക്ഷേ എന്താവരുത് എന്ന് അദ്ദേഹം പറയൂല. അത് അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് നമ്മളോട് പറയും. അദ്ദേഹം ഈ വെട്ടം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ എടുക്കുന്നത് മലയാളത്തിൽ. അതിനുശേഷം അദ്ദേഹം ഹിന്ദിയിൽ സജീവമായിട്ട് ഓരോ പടങ്ങൾ ചെയ്തത്. അതാണ് അറബിയും ഒട്ടകവും പി മാധവൻ നായരും. അതിലും എനിക്ക് ഒരു പാട്ട് എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ ബിച്ചു സാറാണ് ഒരു പാട്ട്, മാധവേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണ് കോപം. ആ പാട്ടിലും ആദ്യത്തെ വരി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് പ്രിയൻ സാർ. വേറൊരു വരി ഇങ്ങനെ എഴുതാൻ നേരത്ത് മാധവേട്ടൻ എന്നും മൂക്കിൻ തുമ്പിലാണ് കോപം എന്ന് തുടങ്ങും എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സരസമായൊരു ഇടപെടലുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ ഭാസ്കരൻ മാഷാണ്. ഭാസ്കരൻ മാഷിൻ്റെ ഒരു ശൈലി അനുസരിച്ച് എങ്ങനെ എഴുതാം, ആ ഒരു ശൈലിയിൽ നാട്ടുമ്പുറത്തെ എങ്ങനെ വർണ്ണിക്കാം. നമ്മളൊക്കെ വളരെ ഫ്രീ ആയിട്ട് നടന്നൊരു കാലമുണ്ടല്ലോ, ആ കാലമായിരിക്കണം ഈ പാട്ടിലുണ്ടാവേണ്ടത്. മാധവൻ നായർ ഇപ്പോൾ ദുബായിലാണ്. അയാൾക്ക് ഇപ്പോൾ ഇച്ചിരി നിലയും വിലയൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ വല്ലാതെ സങ്കടപ്പെട്ട് കേരളത്തിൽ കഴിഞ്ഞൊരു കാലമുണ്ട്. അയാളുടെ എല്ലാ തരത്തിലുമുള്ള കുസൃതികളും നിറഞ്ഞ അയാളുടെ യൗവനാരംഭം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണ്. അതൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവണം. എന്നിട്ട് നായികയെ കാണാൻ നേരത്ത് അയാൾക്ക് തോന്നുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരിയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് എഴുതി വയ്ക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ MG ശ്രീകുമാറിൻ്റെ ഈണമാണ്. അപ്പോൾ ശ്രീകുമാറേട്ടനുമായിട്ട് ജഗതിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഈ ട്യൂൺ കേൾപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അയ്യപ്പ ഗാനങ്ങളൊക്കെ ഒരുപാട് എഴുതി സജീവമായൊരു കാലമാണ്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ഡിസംബറിലോ മറ്റാണെന്ന് തോന്നുന്നു, ഒരു വൈകിട്ട് അദ്ദേഹത്തോട് ഇരിക്കുമ്പോൾ ഇതാണ് പ്രിയൻ്റെ പടത്തിലെ പുതിയ പാട്ടിൻ്റെ ട്യൂണാണ് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. ഇത് രാജീവിനോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്നനനനന എന്നിങ്ങനെ ട്യൂൺ മൂളി. എന്നിട്ട് ഇതിന് മുൻപ് ഒരു പദം ഫിക്സ് ചെയ്തിരുന്നു, പിച്ചകവല്ലികളിൽ എന്ന മറ്റോ ഏതോ ഒരു ഗാനരചയിതാവ് ഇങ്ങനെ എഴുതി, പിന്നീട് അത് നടക്കാതെ പോയൊരു പ്രൊജക്റ്റാണ് ഈ പാട്ട്. അപ്പോൾ ആ വല്ലികളൊക്കെ നല്ല പദപ്രയോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിച്ചകവല്ലി എന്ന് എഴുതാൻ നോക്കൂലെന്ന് ഓർത്തിട്ട് ഞാൻ എഴുതി ചെമ്പകവല്ലികളിൽ എന്നെഴുതി. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നി തങ്ക നിലാവഴകെ എന്നാണ് ആ പാട്ട്. അപ്പോൾ ഈ ചെമ്പകവല്ലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ട് എഴുതി അത് ശ്വേതാമോഹനും MG അണ്ണനും കൂടെ പാടി, പാട്ടിൻ്റെ നല്ല പിക്ചറൈസേഷൻ. പക്ഷേ ഒരു പ്രധാന മാസികയിൽ മലയാളത്തിലെ ശക്തനായൊരു നിരൂപകൻ ചെമ്പകത്തിന് വള്ളിയില്ല എന്ന് വലിയ ഹെഡിങ്ങിൽ നമ്മളെ ആക്രമിച്ചു. 2 പേജിലാണ് ആക്രമണം. ചെമ്പകത്തിന് വള്ളിയില്ല. അപ്പോൾ എനിക്ക് നാഗത്തിന് വള്ളിയില്ലല്ലോ, പിന്നെ നാഗവല്ലി എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് പേജുമില്ല, നമുക്ക് വേദിയില്ല.
അപ്പോൾ ചെമ്പകവല്ലികളിൽ എന്ന് പറഞ്ഞാൽ ചെമ്പകം പൂ പോലെ സുന്ദരിയായവളിൽ അവളെ ചെമ്പകവല്ലികളെ അല്ലെങ്കിൽ ചെമ്പകവല്ലി, നീ എന്തിനാണ് ഈ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിന് വെറുതെ നനയുവത്? നീ തങ്കനിലാവുള്ളവളാണ്, തങ്കനിലാവിൻ്റെ അഴകുള്ളവളാണ്. നീ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ നനയേണ്ടവളല്ല. കാര്യം നിനക്ക് ചന്ദനമാമഴയേക്കാൾ സൗന്ദര്യമുള്ള തങ്കനിലാവിൻ്റെ അഴകുണ്ട് എന്നുള്ള ഒരർത്ഥമാണ്. അതായത് നീ ലോകസുന്ദരിയാണ്, നീ പ്രകൃതിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തണിഞ്ഞ് സുന്ദരിയാകേണ്ടവളല്ല, അല്ലാതെ തന്നെ സുന്ദരിയാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് എഴുതിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി പുറത്ത് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടണമെന്നില്ല. കേരളം മുഴുവൻ പാടിക്കൊണ്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു പാട്ടിനെ അതിൻ്റെ ഭാഗമാകാൻ പോകുന്നതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആ സമയത്ത് പലവട്ടം പലതും മാറ്റി എഴുതി കേട്ടോ. നമ്മളിപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കും ഇതൊക്കെ ഈസി ആയിട്ട് എഴുതിയതാണ്, 10 മിനിറ്റ് കൊണ്ട് എഴുതുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു പദവും കിട്ടാതെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അയ്യപ്പസ്വാമിക്ക് ഒരു ശയനപ്രദക്ഷിണം നേർന്നു. സ്വാമി, ഇത് ഭംഗിയായാൽ ഞാൻ അവിടെ വന്ന് ശയനപ്രദക്ഷിണം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണത്. ഞാൻ എന്നിട്ട് ആ താഴികക്കുടം തങ്കനിലാക്കുടം സ്വാമിയേ എന്നുള്ളത് സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെഴുതി.